ഇത് ഭയങ്കര സംശയമായിട്ട് ആരുടെ അടുത്ത് മിണ്ടാനും കൊട്ടം കൂടാനും പറ്റില്ല അവൾക്ക്. അപ്പോൾ ഇവര് നീ എന്തിനാണ് അവളുടെ അടുത്ത് മിണ്ടര് അവൻ്റെ അടുത്ത് മിണ്ടര്. അപ്പോൾ ഇങ്ങനെയാണപ്പോൾ നിൻ്റെ കൂടെ ഞാൻ അങ്ങനെ ഏത് നേരം നോക്കിയാൽ അവളിന് തല്ലുകനവൻ. അപ്പോൾ അവൾക്ക് മനസ്സ് മൂട്ടിയിട്ട് അവൾ പോയി ഇവിടുന്ന്. അപ്പോൾ അവന് എന്താണെന്നറിയാം, അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു വിട്ടിട്ടാണ് എൻ്റെ കെട്ടിയാൾ ഇങ്ങനെ പോയത്. അതിന് പറഞ്ഞിട്ടാണ് അവന് ഓരോരോ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത്. അവൻ്റെ അടുത്ത് എന്താണ് അവൻ്റെ പെണ്ണ് നമ്മ ഇങ്ങനെ കൂട്ടുകാരിപ്പോൾ സ്നേഹിച്ച് ഇങ്ങനെ വർത്താനമൊക്കെ പറയുമല്ലോ. അപ്പം നീയാണ് എൻ്റെ കെട്ടിയാൾ ഇവിടുത്തെ അയച്ചു വിട്ടത്. നീ അതും പറഞ്ഞ് പിരികെട്ടി വെച്ചിട്ടാണ് എൻ്റെ കെട്ടിയാൾ ഇവിടുന്ന് പോയത്. അത് പറഞ്ഞിട്ടാണ് ഇയാളുടെ കെട്ടിയാൾ അവൻ കൊന്നത്, ഇതുപോലെ കഴുത്തറുത്തത്. അങ്ങനെയായിട്ട് പിന്നെ ഭയങ്കര വഴക്കൊക്കെ ആയി. അവനെ കുറേ ജയിലിലൊക്കെ പിടിച്ചെടുപ്പ് ജാമ്യത്തിൽ ഇറക്കിയതല്ലേ. ഇപ്പോൾ ഇറക്കിയിട്ട് അവൻ വെറുതെ ഇരുന്നതല്ലേ അവിടെ. അപ്പോൾ ഈ കുട്ടികളിന് അവരുടെ അച്ഛന് വെറുതെ പരാതി എന്തൊക്കെയാണ് പറയുകയാണ്. അപ്പോൾ ഈ കുട്ടികൾ പോയിട്ട് പോലീസുകാരുടെ പരാതി കൊടുത്തു, എന്നെയും എൻ്റെ അച്ഛനെയും അവർക്ക് കാണാൻ പറ്റില്ല, ഇവിടെ ഇരിക്കാൻ പറ്റില്ല, നിങ്ങൾ പോലീസുകാർ അത് കണ്ടു നോക്കണം എന്നൊക്കെ പറഞ്ഞു വിട്ടാ. അതൊക്കെ കഴിക്കുന്നുണ്ട്. അതും വലിക്കും കഞ്ചാവും വലിക്കും. അതൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ വെളിവില്ലല്ലോ, ഓർമ്മയില്ലല്ലോ. ഭാര്യയും മകളും ഇപ്പോൾ വരുന്നില്ല, ഒക്കെ വീട്ടിൽ പോയി. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അവന് ഇരിക്കും. അപ്പോൾ അവളെ ഇങ്ങനെ ചെയ്യും പറഞ്ഞിട്ട് പേടിച്ചിട്ട് ആ കുട്ടി വരാതിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ നീയാണ് എൻ്റെ കെട്ടിയവളുടെ ഇവിടെ നിന്ന് അയച്ചു വിട്ടു പറഞ്ഞിട്ടാണ് ഇവൻ്റെ കെട്ടിയവളെ അവൻ കൊന്നത്. നീ ആയിട്ടല്ലേ എൻ്റെ കുടുംബം ഇങ്ങനെ പിരിഞ്ഞു പോയത്. അപ്പം നിന്നെ ശരിയാക്കാൻ പറഞ്ഞിട്ടാണ് കെട്ടിയവളെ അങ്ങനെ ചെയ്തു, ചതിയെ വന്നിട്ട് ചെയ്തു. അത് പിന്നെ കുറേ ആയിട്ട് പോലീസുകാർക്കൊക്കെ പിടിച്ചു കൊണ്ടുപോയി, പിന്നെ ജാമ്യത്തിൽ ഇറക്കിയിട്ട് വന്നു. പിന്നെ ഇപ്പം ഇങ്ങനെ നടന്ന കാര്യം ഞങ്ങൾക്ക് അറിയില്ല. എൻ്റെ വീട് ഞങ്ങളുടെ ഇവരുടെ സ്വന്തം വീട് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ. ഇത് കെട്ടിയവളും മകളും ഒക്കെ കൂടി ഇരുന്നാണ് ആ വീട്ടിൽ. അവിടെ ഇരുന്നിട്ടാണ് എപ്പോഴും ഇങ്ങനെ നോക്കിയില്ല പഴക്കം തല്ലുപൊടിയായിട്ടാണ് ആ പെൺകുട്ടി പോയത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ കണ്ട 2 മരണം ആയില്ല ഇവിടെ. എന്നിട്ടിപ്പോൾ അവന് ജാമ്യം ഇറക്കിയിട്ട് വന്നതാണ്. ഇറക്കിയത് കൊണ്ട് ഇപ്പോൾ എങ്ങോട്ട് പോയത് അത് നമുക്കറിയില്ല. എവിടെ പോയിന്ന് അങ്ങനെ ഞങ്ങൾക്കറിയും. അവൻ്റെ വീട്ടിൽ അവിടെ ഉണ്ട്. അവൻ്റെ വീട്ടിൽ പോയി നോക്കിയാൽ